എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഈ വീട്ടുകളിലൊക്കെ സ്ത്രീകൾക്ക് കൂടുതൽ സ്ത്രീകൾക്കാണ് ഉണ്ടാവുക. യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ നല്ല വയറ്റുവേനയും നടുവേനയൊക്കെ ആയിരിക്കും ഇതുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റിയ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയൊരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. വളരെ സിമ്പിളാണ്. ഞാനൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കൊക്കെ ഇങ്ങനെ വരുമ്പം ഞാൻ ഡോക്ടറെ കാണാൻ പോകാറില്ല. ഞാൻ ഈ മരുന്നുണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മരുന്നും കൊണ്ട് മാറിക്കിട്ടും. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ടും നിങ്ങൾക്ക് കുറയുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോകണ്ട. ഡോക്ടറെ കാണാൻ പോകണില്ല എന്ന് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് പണ്ട് മുതലേ ഉള്ള ആളുകൾ ചെയ്തു തന്നിരുന്നൊരു റെമഡിയാണ്. വളരെ സിമ്പിളാണ്. ഇതാണ് സംഭവം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഞെരിഞ്ഞിൽ എന്ന് പറയും. നമുക്കിത് അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഒരു സ്പൂണൊക്കെ മതിയാവും കേട്ടോ 1 ലിറ്റർ വെള്ളത്തിലേക്ക്. അപ്പം നന്നായിട്ടൊന്ന് കഴുകി വാരിയെടുക്കണം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ എന്തായാലും അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ. നന്നായിട്ടൊന്ന് കഴുകി വാരിയെടുക്കണം. എന്നിട്ട് ഞാൻ പറയുന്ന രീതിയിൽ ഇത് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ വെള്ളമാണ് കുടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഉള്ള ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കഴിക്കുമ്പോൾ യൂറിൻ നന്നായിട്ട് പോകും. അപ്പം അതിൽ കൂടി അണുക്കൾ പോവും. അങ്ങനെ നമുക്ക് അതിൽ കുറവ് വരും. അതാണ് കേട്ടോ. അപ്പോൾ ഞാനത് കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് 1 ലിറ്റർ വെള്ളമാണ് എടുത്തേക്കണേ. 1 ലിറ്ററോ 1.5 ലിറ്റർ വരെയൊക്കെ ഇതിന് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളപ്പിക്കുക തിളച്ച് വന്നു കഴിയുമ്പോൾ ഒരു 5 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള സത്ത് മുഴുവൻ വെള്ളത്തിലേക്ക് ഇറങ്ങും. എന്നിട്ട് നമ്മളിത് അരിച്ചിട്ടാണ് കുടിക്കുക. ഒരിക്കലും ഇത് മുള്ളു പോലൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഒരിക്കലും കുടിക്കരുത്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമ്മളൊരു 3-4 എന്താ പറയണത് തോര അതായത് ഒരു ഒറ്റ അടിക്കായിട്ട് കുടിക്കരുത്. ഒരു ഗ്ലാസ് കുടിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ഗ്ലാസ് കുടിക്കുക. അങ്ങനെ തുടരെ ഇത് കുടിച്ച് തീർക്കുക. അപ്പോൾ ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വയറുവേദനയൊക്കെ മാറിയിട്ട് ആ ഒരു അസുഖം മാറിക്കിട്ടും കേട്ടോ. ചിലർക്ക് ഒരു ദിവസം കൊണ്ട് മാറും, ചിലർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ മാറ്റം ഉണ്ടാവും നന്നായിട്ട്. പിന്നെ പിറ്റേ ദിവസം കൂടി കുടിച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ദിവസങ്ങൾ കുടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് അസുഖമുള്ള സമയത്ത് കുടിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു റെമഡി ആയിരിക്കാം ഇത്. അറിയില്ലാത്തവർക്ക് ഒരു അറിവായിക്കോട്ടെ എന്നോർത്തിട്ട് പറഞ്ഞു തരണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്